ഇന്നലെ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ പറയാം. ജിൻഡോയെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്ത് സംസാരിച്ചോ എന്നെനിക്ക് സംശയമുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അപ്സര, ശരണ്യ, ഫായി, നന്ദന എന്നിവരടങ്ങുന്ന ടീമിനെ കൂടുതൽ ബൂസ്റ്റ് ചെയ്ത് സംസാരിച്ചോ എന്ന് എനിക്ക് തോന്നി. കാരണം ഫാവുവും നമ്മുടെ ശ്വേതാമേനോനും വന്നപ്പം നമ്മൾ ലൈവ് കണ്ടവർക്കൊക്കെ അറിയാം, ഈ ശ്വേതയും നമ്മുടെ ഫാബുവും നമ്മുടെ ജിൻഡോട് എന്ത് സ്നേഹത്തിലാണ് പെരുമാറുന്നത്, എന്ത് വാത്സല്യത്തോടാണ് പെരുമാറുന്നത്. വെറും പാവം പിടിച്ച മനുഷ്യൻ. ശ്വേത പോകാൻ നേരത്ത് വാള ചക്കര എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഇന്നലെ ലാലേട്ടൻ്റെ മുന്നിൽ വന്നപ്പം അവരകത്ത് വെച്ച് കണ്ട ശ്വേതാമേനോനോ ഫാബു അല്ല എന്ന് തോന്നുന്നു. കാരണം പലപ്പോഴും അവർ ജിൻഡോയുടെ ടീമും അർജുൻ, ശ്രീതു അടങ്ങുന്ന ടീമാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. അവർ രണ്ടുപേരും പോയിന്റ് കൂടുതൽ കൊടുത്തതും അവർക്കാണ്. പവർ ടീമിൽ അവർ കയറുകയും ചെയ്തു. പക്ഷേ പലപ്പോഴും നമ്മൾ ഫിജോയെ, ജാസ്മിൻ, അപ്സര, ശരണ്യ, നന്ദന, ഫായി ഇവരുടെയൊക്കെ പേരെടുത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ചെന്ന് പറഞ്ഞപ്പോഴും ഈ ജിൻഡോയെ, അർജുനെയും ശ്രീതുവിനെയൊക്കെ പറഞ്ഞത് വളരെ കാഷ്വലായിട്ട് പറഞ്ഞു പോയി എന്ന് ആണ് എനിക്ക് തോന്നുന്നത്. കാര്യം അവർക്കൊരു സ്പേസ് കൊടുക്കാതെ പറഞ്ഞു പോയത്. അതുപോലെ ജിൻഡോയെ പറ്റി പറഞ്ഞൊരു പരാമർശം എനിക്ക് വല്ലാതെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഫാബു പറഞ്ഞൊരു കാര്യമാണ്. ഫാബു ഇവിടെ വെച്ച് ജിൻഡോയുമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ജിൻഡോ പേരും പാവം പിടിച്ച മനുഷ്യനാണ്, പൊളിയാണ്, ഇവിടെ ഗെയിം കളിക്കുന്നത് ജിൻഡോ മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ലാലേട്ടൻ്റെ എപ്പിസോഡ് വന്നപ്പം എനിക്ക് തോന്നുന്നു ഫാബു പറഞ്ഞൊരു പരാമർശമുണ്ട്. ഇവിടുത്തെ ഒരു മത്സരാർത്ഥി മഫിലൊക്കെ ഉണ്ട്, പക്ഷേ പുള്ളിയുടെ വിചാരം ഈ വോട്ടിന് മൊത്തം പുള്ളി അടിച്ചു മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള മത്സരാർത്ഥികളോട് യാതൊരുവിധ മനുഷ്യത്വവും അദ്ദേഹം കാണിക്കുന്നില്ല എന്നുള്ളൊരു പരാമർശം നടത്തിയായിട്ട് കണ്ടു. അത് മഫിലുള്ള എന്ന് പറയുമ്പോൾ നമ്മൾ ബാക്കി എല്ലാ മത്സരാർത്ഥികളും ജിൻഡോയുടെ മുഖത്തോട്ട് നോക്കുന്നു. ജിൻഡോയുടെ പേര് പരാമർശിക്കുന്നില്ല, പക്ഷേ അത് നോക്കുന്നുമുണ്ട്. അത് എന്തർത്ഥത്തിലാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. തമാശ പറഞ്ഞതാണോ, അല്ലാതെ ജിൻഡോയെ പറ്റി ഒരു നല്ല കാര്യം പറയുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ ലൈവ് വന്നപ്പോഴും പുറത്ത് ഇവർ പേഴ്സണായിട്ട് ചോദിച്ചു നോക്കിയാലും ജിൻഡോയെ പറ്റി നല്ല അഭിപ്രായം പറയാനാണ് സാധ്യത കൂടുതൽ. അവിടെ ജാസ്മിനെ പറ്റി നല്ല അഭിപ്രായം പറയുന്നുണ്ട്, ഫിജോയെ പറ്റി നല്ല അഭിപ്രായം പറയും. ഇവരൊക്കെ എന്ത് ഗെയിം കളിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. അതുപോലെ പലപ്പോഴും ഇവർ കഴിഞ്ഞ എപ്പിസോഡിൽ പൊക്കിപ്പറയാൻ ശ്രമിച്ചത് നമ്മുടെ ശരണ്യ അടങ്ങിയ ടീമിനെയാണ് പൊക്കിപ്പറയാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നത്. അവരൊരു ടാസ്കിൻ്റെ ആദ്യത്തെ ദിവസം തന്നെ എന്തോ പ്രശ്നമുണ്ടായി പിന്മാറിയ ടീമാണ് എന്നും കൂടെ ആലോചിക്കണം. എന്നിട്ട് ആ ടീം നന്നായി ടാസ്ക് ചെയ്തു, എൻ്റർടൈൻമെൻറ്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞപ്പം എനിക്കങ്ങോട്ട് ദഹിക്കുന്നില്ല സത്യം പറഞ്ഞാൽ. എന്താണ് ഉദ്ദേശം? ഇനിയും ഇവരുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളാണ്, മനസ്സിലുള്ള കാര്യങ്ങളല്ല അല്ലായിരിക്കും. ലൈവ് വന്നപ്പോൾ ഇവർ രണ്ടുപേരും വളരെ നന്നായിട്ട് ജിൻഡോയെയും ശ്രീധുവിനെയും അർജുനെയൊക്കെ പൊക്കിപ്പറയുകയും അവരെ അഭിനന്ദിക്കുകയും അവർക്ക് കൂടുതൽ പോയിന്റും ഒക്കെ നടത്തിയതാണ്. പക്ഷേ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ വന്നപ്പം അവരെന്തോ കണ്ണടച്ചു എന്ന് തോന്നുന്നു. അത് ആർക്ക് വേണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനിയും ബിഗ് ബോസ് പറഞ്ഞിട്ടാണോ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണോ ഇത് ചെയ്തത് എന്ന് എനിക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല. ഇന്നലെ എപ്പിസോഡ് കണ്ട നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എല്ലാം അറിയാനുള്ള ആഗ്രഹമുണ്ട്. എല്ലാവരും കമൻറ്റ് ചെയ്യില്ലല്ലേ? കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.